സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നില്ലായി കഴിഞ്ഞ്. സാറ്റലൈറ്റ് എടുക്കാനായിട്ട് അറിയാലോ, ആരും ടി വി ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണത് ഈ പറയുന്ന OTT മാത്രമാണ്. ഒരു പ്രീ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ തിയേറ്റർ കളക്ഷൻ അല്ലാതെ വരുന്നത്. അതിൻ്റെയും ഫ്യൂച്ചർ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഇപ്പം തന്നെ ഒരു മിക്ക OTT പ്ലാറ്റ്ഫോമൊന്നും ഡബിൾ ഡിജിറ്റ് ചെയ്യണില്ല. അതായത് ലെസ് ദാൻ 10 CR എന്നുള്ളതിലോട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയാണ്, പല OTT കമ്പനികളും നമ്മുടെ അടുത്ത് പറഞ്ഞാക്കണത് ഏറ്റവും അധികം ആൾക്കാർ ഈ പറയുന്ന പല പ്ലാറ്റ്ഫോമിൽ കൂടി സിനിമ റിലീസാവണ അന്ന് തന്നെ ഈ അതായത് ഡിമാൻഡ് വന്നതുകൊണ്ടാണല്ലോ ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബിസിനസ്സാണ് നഷ്ടപ്പെടുന്നത്, ആരുടെ OTTക്കാരുടെ ബിസിനസ്സാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട്. അതായത് ഒരു പ്രൊഡ്യൂസർ ഇത്രയധികം പൈസ മുടക്കിയിട്ട് ഒരു സിനിമ എടുത്ത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവർ വേറെ പ്ലാറ്റ്ഫോമിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു ഹോളിവുഡിലൊരു സിനിമ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഈ പറയുന്ന രീതിയിൽ വന്നിട്ട് നമ്മുടെ മലയാളികളെ ചിലപ്പോൾ നോക്കണ്ടായിരിക്കാം, അല്ലാതെയുള്ള സാഹിബന്മാരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഇറങ്ങാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആൾക്കാരാണ് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഓൺലൈനിൽ ഈ സിനിമ റിലീസാകാൻ അടിച്ചുകൊണ്ട് നോക്കേണ്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ ഉള്ളതെല്ലാം ഈ സിനിമയുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, OTTയുടെ എമൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.